നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. റമദാനിനോടനുബന്ധിച്ച് സൗദി അറേബ്യയിൽ ജയിലുകളിൽ കഴിയുന്നവരെ പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്ന നടപടികൾക്ക് തുടക്കം. സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയമാണ് പബ്ലിക് റൈറ്റ് നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള തടവുകാരെ മോചിപ്പിച്ച് സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരികെ അയക്കുന്ന നടപടികൾക്കാണ് തുടക്കമായത്. ദുബായിൽ അൽ ഖവനീജ് മുഷ്രിഫ് പ്രദേശങ്ങളിൽ 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ സൈക്ലിംഗ് പാതകൾ തുറന്നു. ഇതോടെ ഈ പ്രദേശങ്ങളിലെ സൈക്ലിംഗ് പാതകളുടെ ആകെ ദൈർഘ്യം 32 കിലോമീറ്ററിൽ നിന്ന് 39 കിലോമീറ്റർ ആയതായി RTA അധികൃതർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമായി എമിറേറ്റിനെ മാറ്റാനുള്ള ദുബായ് അർബൻ പ്ലാൻ 2040 പദ്ധതിക്ക് അനുസൃതമായിട്ടാണ് പുതിയ പദ്ധതികൾ. ജീവനുള്ള പാമ്പ്, കുരങ്ങിന്റെ കൈ, ചത്ത പക്ഷി, തുണിയിൽ പൊതിഞ്ഞ മുട്ട തുടങ്ങിയ വിചിത്ര വസ്തുക്കളുമായി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനെ പിടികൂടി. സംശയം തോന്നിയ അധികൃതർ സമഗ്രമായ തിരച്ചിൽ നടത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് പെട്ടിക്കുള്ളിൽ ഞെട്ടിക്കുന്ന ശേഖരം കണ്ടെത്തിയത്. മന്ത്രവാദത്തിന് ഉപയോഗിക്കാനാണ് ഇവയെല്ലാം കൊണ്ടുവന്നതെന്ന് അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ച മുഴുവൻ സമയപരിധിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന വീക്ക്ലി പാസുമായി ദോഹ മെട്രോയും ലൂസൈൽ റാമും റമദാനോടനുബന്ധിച്ചാണ് സ്പെഷ്യൽ പാസ് പുറത്തിറക്കിയത്. നോമ്പ് 1 തുടങ്ങിയ യാത്രാ പാസ് ഏപ്രിൽ 11 വരെ തുടരും. 7 ദിവസമുള്ള യാത്രാ പാസിന് 30 റിയാലാണ്. മെട്രോയുടെ മുഴുവൻ സ്റ്റേഷനുകളിലെയും ട്രാവൽ കാർഡ് വെൻഡിംഗ് മെഷീൻ വഴി യാത്രക്കാർക്ക് വീക്ക്ലി പാസ് സ്വന്തമാക്കാം. പ്രവാസി ഡോക്ടർ റിയാദിൽ മരിച്ചു. സൗദി അറേബ്യയിലെ ബദ്ഹയിലെ അൽ റയാൻ പോളിക്ലിനിക്കിലെ ഇന്റേണൽ മെഡിസിൻ ഡോക്ടറായ തമിഴ്നാട് സ്വദേശി കാർത്തികേയനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. റിയാദ് ഷുമൈസി കിങ് സായിദ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അൽ റയാൻ ക്ലിനിക്കിലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആശയാണ് ഭാര്യ. ഇരുവരും നേരത്തെ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. റമദാൻ ദിനങ്ങളിൽ തിരക്കുള്ള സമയത്ത് അബുദാബി നഗരത്തിലേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 2 മുതൽ 4 വരെയുമാണ് നിരോധനം. ട്രക്ക്, ട്രെയിലർ, 50 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള ബസ് എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗതം സുഗമമാക്കാനും വേണ്ടിയാണ് പുതിയ നടപടി. സൗദി അറേബ്യയിലേക്ക് ഫാമിലി വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പാസ്പോർട്ടിൽ ജീവിത പങ്കാളിയുടെ പേരില്ലാതിരിക്കുകയോ പേര് വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റ് എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന നിബന്ധന ഒഴിവാക്കി. സൗദിയിലേക്കുള്ള വിസ സേവനങ്ങൾ നൽകുന്ന VFS ഇക്കാര്യം അറിയിച്ച് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. സൗദിയിലേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ഏറെ ഗുണകരമാണ് പുതിയ തീരുമാനം. റമദാനിൽ ദുബായ് നഗരത്തിൽ പ്രതിദിനം 12 ലക്ഷം ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും. ഇഫ്താർ വിതരണത്തിന് 1200 പെർമിറ്റുകൾ നൽകിയതായി ദുബായിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദിവസേന 12 ലക്ഷം ഇഫ്താർ കിറ്റുകൾ നൽകാൻ അനുമതി സഹായകമാകുമെന്ന് വകുപ്പ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ദാർവിഷ് അൽ മുഹൈരി പറഞ്ഞു. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രവാസി കേരളീയർക്കായുള്ള നോർക്ക റൂട്ട്സിന്റെ തിരിച്ചറിയൽ കാർഡുകൾ ഇനി പുതിയ രൂപത്തിൽ ലഭിക്കും. ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരെ കണ്ടെത്താനും ആവശ്യഘട്ടങ്ങളിൽ സർക്കാർ സഹായം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ID കാർഡ് സേവനങ്ങൾ. പ്രവാസി ID കാർഡ്, സ്റ്റുഡന്റ് ID കാർഡ്, NRK ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ പരിഷ്കരിച്ച ഡിസൈനാണ് പുറത്തിറക്കിയത്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ പുതിയ ഡിസൈനിലുള്ള കാർഡുകൾ ലഭിക്കും. വാഹനം ഓടിക്കുമ്പോൾ സ്ഥലത്തിന്റെ ലൊക്കേഷനോ വിലാസമോ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗതാഗത ലംഘനമായി കണക്കാക്കുമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പ്. പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ROP വക്താവ് ഇക്കാര്യം പറഞ്ഞത്. ഹോൾഡറിൽ വെച്ചുള്ള മൊബൈൽ ഉപയോഗവും നിയമലംഘനമാണ്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.